അമേരിക്ക സമർപ്പിച്ച 14 നിർദ്ദേശങ്ങൾക്ക് വിശദ മറുപടി പാകിസ്ഥാന് കൈമാറിയതായി ഇറാൻ. യുദ്ധം അവസാനിപ്പിക്കുന്നതിന് മുൻഗണന നൽകണമെന്ന് ഇറാൻ വ്യക്തമാക്കി. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇർനയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. അമേരിക്ക ആക്രമിച്ചാൽ ശക്തമായി തിരിച്ചടിക്കാൻ ഇറാൻ സേനയ്ക്ക് പരമോന്നത നേതാവ് മുജ്തബ കാംനായി അനുമതി നൽകി. ശത്രുവിന് മുൻപിൽ കീഴടങ്ങില്ലെന്ന് പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനും പറഞ്ഞു. MC നാസർ ദുബായിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. നാസർ, ഇർന റിപ്പോർട്ട് പ്രകാരം ഏത് രീതിയിലുള്ള മറുപടിയാണ് ഇറാൻ നൽകിയത് എന്ന സൂചനകൾ ലഭിക്കുന്നുണ്ടോ? എന്താണ് ആത്മീയ നേതാവിന്റെ ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ നിർദ്ദേശം? വിനീഷ്, അല്പം മുമ്പാണ് ഇറാൻ മാധ്യമങ്ങൾ ഔദ്യോഗികമായി തന്നെ ഈ വിവരം ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അല്പം മുമ്പ് തങ്ങളുടെ വിശദമായിട്ടുള്ള ഒരു മറുപടി മധ്യസ്ഥ രാജ്യമായിട്ടുള്ള പാകിസ്ഥാന് കൈമാറിയിരിക്കുന്നു. അമേരിക്ക നേരത്തെ തങ്ങൾക്ക് മുമ്പാകെ സമർപ്പിച്ച 14 നിർദ്ദേശങ്ങളുടെ എല്ലാ ഭാഗങ്ങളും വിശദമായിട്ട് തങ്ങൾ വിലയിരുത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇറാൻ ജനതയുടെയും ഇറാൻ എന്ന രാജ്യത്തിന്റെയും പൊതു താൽപര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള വളരെ രേഖാമൂലമായിട്ടുള്ള ഒരു മറുപടിയാണിപ്പോൾ കൈമാറിയിരിക്കുന്നത്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇറാൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ ആ ഒരു മറുപടി കത്തിൽ വളരെ വിശദമായി തന്നെ വ്യക്തമാക്കുന്നത് ഏറ്റവും മുന്തിയ പരിഗണന ഈ ഘട്ടത്തിൽ നൽകേണ്ടത് യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അത് ഇറാനും അമേരിക്കയുമായിട്ടുള്ള, അല്ലെങ്കിൽ ഇറാനും അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ഒരു യുദ്ധം മാത്രമല്ല, മേഖലയിൽ നടക്കുന്ന എല്ലാവിധ സംഘർഷങ്ങളും ലബനാൻ ഉൾപ്പെടെ ഇതോടുകൂടി അവസാനിപ്പിക്കണം. അതിനുശേഷം മറ്റ് പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെയും ചർച്ച ചെയ്യാം എന്നതാണ് ഈ ഒരു നൽകിയിരിക്കുന്ന മറുപടിയുടെ കാതൽ എന്നാണ് ഇറാൻ മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ട്. ഇത് നേരത്തെയും ഇറാൻ ഈ ഒരു നിലപാട് തന്നെയായിരുന്നു സ്വീകരിച്ചത്. ഓർമസിലെ നാവിക ഉപരോധം പിൻവലിക്കുകയും ഓർമസിലെ നിയന്ത്രണം തങ്ങളും പിൻവലിക്കാം, അങ്ങനെ ഓർമസ് സ്വതന്ത്രമാക്കി മാറ്റുക, അതോടൊപ്പം തന്നെ പൂർണ്ണമായിട്ടുള്ള യുദ്ധവിരാമത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുക. ആ യുദ്ധവിരാമത്തിന്റെ ഘട്ടത്തിൽ ആണവ പദ്ധതി ഉൾപ്പെടെയുള്ള ആണവ വിഷയത്തിൽ തങ്ങൾക്ക് ഇരുകൂട്ടർക്കും വളരെ വിശദമായി തന്നെ നേരിട്ടോ അല്ലാതെയോ ചർച്ചയാകാമെന്നതായിരുന്നു ഇറാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശം. അത് അമേരിക്ക തള്ളുകയായിരുന്നു. തുടർന്നാണ് അമേരിക്ക ഒരു 14 നിർദ്ദേശങ്ങളായിട്ട് ഇറാന്റെ മുമ്പാകെ ആണവ പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ നിർദ്ദേശത്തിൽ ഉൾപ്പെട്ടിരുന്നു. അതിന് ഏത് വിധത്തിലുള്ള മറുപടിയാണ് ഇപ്പോൾ പാകിസ്ഥാൻ മുഖേന അമേരിക്കയ്ക്ക് ഇറാൻ കൈമാറിയത് എന്ന കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം ഇറാന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല. എന്തായാലും യുദ്ധം ഏറ്റവും പെട്ടെന്ന് അവസാനിപ്പിക്കുകയും തുടർന്നുള്ള കാര്യങ്ങൾ പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും ഒരു ചർച്ചയിലൂടെ പരിഹരിക്കാം എന്നതാണ് ഇറാൻ നൽകിയിരിക്കുന്ന മറുപടിയുടെ കാതൽ എന്നാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ. ഇത് അമേരിക്കയ്ക്ക് ഇനി സ്വീകാര്യമാകുമോ എന്നതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ചോദ്യം. കാരണം ആ സ്വഭാവത്തിലുള്ള സൈനിക മുന്നൊരുക്കങ്ങൾ അമേരിക്ക ഈ മേഖലയിൽ തുടരുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ഹോർമുസ് കടലിടുക്കിൽ വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ ഇരു സേനകളും തമ്മിൽ നടന്നിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു മറുപടി വളരെ വിശദമായി തന്നെ. ഇത് കഴിഞ്ഞ ദിവസം തന്നെ ഈ മറുപടി ലഭിക്കണമെന്നൊക്കെ ഇറാന് അമേരിക്ക അന്ത്യശാസനം നൽകിയിരുന്നു. പക്ഷേ ഇറാൻ അത് തള്ളുകയായിരുന്നു. ഇത്തരം തിട്ടൂരങ്ങളും അതോടൊപ്പം തന്നെ സമയപരിധിയും അനുസരിച്ച് തങ്ങൾക്ക് മുന്നോട്ട് പോകാനാവില്ല, അതൊക്കെയും തങ്ങൾ അവഗണിക്കുന്നു എന്നായിരുന്നു ഇറാന്റെ പ്രതികരണം. പക്ഷേ പാകിസ്ഥാന്റെയും മറ്റ് മധ്യസ്ഥ രാജ്യങ്ങളുടെയും ഇടപെടലിനെ തുടർന്നാണ് ഒടുവിൽ ഇന്ന് വൈകിട്ട് ഈ മറുപടി ഇപ്പോൾ പാകിസ്ഥാൻ മുഖേന അമേരിക്കയ്ക്ക് കൈമാറിയിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങൾ വളരെ നിർണായകമായിരിക്കും. കാരണം ഈ മറുപടി സംബന്ധിച്ച് അമേരിക്ക ഏത് തീരുമാനം കൈക്കൊള്ളുന്നുവോ അതനുസരിച്ചായിരിക്കും മേഖലയിലെ യുദ്ധം ഇനി തുടരുമോ അതല്ല ഒരു കരാറിലേക്കും അതോടൊപ്പം തന്നെ ഒരു വെടിനിർത്തലിലേക്കും വിശദമായിട്ടുള്ള സമഗ്ര വെടിനിർത്തലിലേക്കും കാര്യങ്ങൾ നീങ്ങുമോ എന്ന ചോദ്യത്തിന് തൃപ്തികരമായിട്ടുള്ള ഒരു ഉത്തരം ലഭിക്കുക. എന്തായാലും ഇറാന്റെ ഇന്ന് രാവിലെ വന്നിരിക്കുന്ന പ്രതികരണങ്ങൾ വളരെ ശക്തമായ പ്രതികരണങ്ങളാണ് വന്നത്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ വ്യക്തമാക്കിയത് ഈ ശത്രുവിന് മുമ്പിൽ ഒരു നിലക്കും കീഴടങ്ങാൻ ഇറാൻ എന്ന രാജ്യമോ ആ ജനതയോ തയ്യാറല്ല. ഏത് പ്രതിസന്ധി വന്നാലും ആ ജനത ഒറ്റക്കെട്ടായി തന്നെ ഐക്യത്തോടുകൂടി ഇതിനെ നേരിടുമെന്നാണ് മസൂദ് പെസസ്കിയാൻ നൽകിയ പ്രതികരണം. അതോടൊപ്പം തന്നെയാണ് ഇറാനിലെ പരമോന്നത ആത്മീയ നേതാവ് അയത്തുല്ല മുജ്തബ കാംനയുമായി സൈനിക നേതൃത്വം അല്പം മുമ്പ് കൂടിക്കാഴ്ച നടത്തിയതായിട്ട് സൈനിക വക്താവ് തന്നെ ഔദ്യോഗികമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. ആ ഘട്ടത്തിൽ മുജ്തബ കാംനയെ സൈന്യത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഏത് ആക്രമണം വരികയാണെങ്കിലും അതിശക്തമായി തന്നെ തിരിച്ചടിക്കാനുള്ള ഒരു നിർദ്ദേശമാണ് പരമോന്നത ആത്മീയ നേതാവ് നൽകിയതെന്ന് സൈനിക നേതൃത്വവും വ്യക്തമാക്കിയിട്ടുണ്ട്. വിനിഷ റൈറ്റ്, നാസറാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.